കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം യാഗഭൂമിയായി മാറാൻ പോകുന്ന ആറ്റുകാലിൻ്റെ മണ്ണിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പൊങ്കാലയ്ക്ക് മുൻപ് തന്നെ ദേവിയെ കണ്ട് ദർശനങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനകൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ഭക്തജനങ്ങൾ ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് ഒഴുകി എത്തുന്നുണ്ട്. ആ ഒരു പൊങ്കാല സമയമായാൽ പിന്നെ ഇവിടെ വൻ ഭക്തജന തിരക്കായിരിക്കും. ദേവി ഒന്ന് കാണാനോ ദർശനം നടത്താനോ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ വന്ന ഭക്തരോട് അവർക്ക് എന്താണ് നമ്മോടൊപ്പം പങ്കുവയ്ക്കാനുള്ള വിശേഷങ്ങളെന്നൊന്ന് അറിഞ്ഞിട്ട് വരാം. പൊങ്കാലയ്ക്ക് മുന്നേ തന്നെ ആ ഒരു തിരക്കിന് മുന്നേ തന്നെ അമ്മയെ ആറ്റുകാൽ ഭഗവതിയെ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണോ? ഇന്ന് വരാൻ ഒക്കില്ല, കാല് വയ്യാത്തോണ്ട്. ഒരു കാല് വയ്യ, അങ്ങനെ അതിന് നേരത്തെ വന്ന് തൊഴുതിട്ട് പോകാൻ നിന്ന്. പൊങ്കാല ഇടുന്നുണ്ടോ? എല്ലാ വർഷവും ഇട്ടു, കഴിഞ്ഞ വർഷം ഇട്ടു, ഈ വർഷം ഇടാൻ വയ്യ. ഓങ്കി വരണം. എവിടെയാണ് സ്ഥലം? എവിടെയാണ്? നെരുവാമൂട്. തിരുവനന്തപുരത്തുകാരെല്ലാം വളരെയധികം ആവേശത്തിലാണ് ഈ ഒരു ആറ്റുകാൽ പൊങ്കാല എന്നുള്ള ഭഗവതിക്ക് ഒരു പൊങ്കാല അർപ്പിക്കുക എന്നുള്ളത് വലിയ വിശ്വാസത്തോടു കൂടിയാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഓരോ വർഷവും പൊങ്കാല. മുമ്പേ നേരത്തെ ഒട്ടി വന്ന് തൊഴുത് പറയാണ് കാല് സുഖം തരണം, എനിക്ക് പൊങ്കാല ഇടാൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇടയാണ്. അങ്ങനെ വന്ന് അത് ആ പൊങ്കാല സമയത്തോട് അടുക്കുമ്പോൾ ഇവിടേക്ക് ഭക്തജന പ്രവാഹമായിരിക്കുമല്ലേ? അപ്പോൾ നമുക്കൊന്ന് കണ്ടു തൊഴാനോ ഒന്നും നോക്കില്ല, അന്ന് തൊഴാൻ ഒക്കില്ല. ഇതാ എന്നാണ് തൊഴുന്നത്. എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ മലങ്കീഴ്. പൊങ്കാല ഇടുന്നുണ്ടോ? ഓ, ഇടുന്നുണ്ട്. അപ്പോൾ പൊങ്കാലയ്ക്ക് ഭയങ്കര തിരക്കൊക്കെ ആയിരിക്കും, അതുകൊണ്ടാണോ നേരത്തെ വന്നത് ദേവിയെ കണ്ടത്? 21-ാം തീയതി കൊടി കയറും, അതാണ് നേരത്തെ വന്നത്. ഇവിടെ ഇങ്ങോട്ട് വരാനേ പറ്റൂല. എത്ര വർഷം കൊണ്ട് പൊങ്കാല ഇടുന്നുണ്ട്? കുറേ വർഷമായി. അപ്പോൾ ഓരോ വർഷം ഓരോ പ്രതീക്ഷയോടുകൂടി. അതെ, എന്താണ് അത്രയധികം വിശ്വാസമാണ് ആറ്റുകാലം? അതെ, വിശ്വാസമാണ്. ആറ്റുകാല അമ്മയെ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണോ? ഇനി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇവിടെയൊക്കെ വൻ ഭക്തജന തിരക്കായിരിക്കും. അപ്പോൾ അതിന് മുന്നേ അമ്മയെ കണ്ട് തൊഴുകാൻ വേണ്ടിയിട്ടാണോ അമ്മ വന്നത്? അതിന് മുന്നേ വന്ന് തൊഴാൻ തന്നെ വന്നത്. മനസ്സ് കൺകുളിർക്കെ കാണാനാണല്ലേ ഒരു തിരക്കിന്? അങ്ങനെ ഒരു ദിവസം വരുമ്പോഴേ അമ്മയെ കണ്ണുകുളിർക്കെ കാണാൻ ഒക്കുള്ളൂ. അല്ല ഇപ്പോൾ ഉത്സവ സമയത്ത് നേരെ ചൊവ്വ കാണാനായിട്ടൊന്നും ഞങ്ങൾക്ക് ഒക്കൂല. അങ്ങനെ ഒരു കണ്ടീഷനാണ്. അപ്പം അതിൽ നിന്ന് നേരത്തെ വന്ന് അമ്മയെ തൊഴുത് മനസ്സാൽ അമ്മ വേദനയോടെ സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ച് ഇരിക്കുന്നു. പൊങ്കാല ഇടാറുണ്ടോ? ഓ, ഇടാറുണ്ട്. അത് കിള്ളിപ്പാലത്തിരിക്കും. ഓ, പൊങ്കാല ഇടുന്നതിൽ അത്രയധികം വിശ്വാസമുണ്ട്. ഓരോ വർഷം ഓരോ പ്രതീക്ഷയോടുകൂടിയാണോ പൊങ്കാല ഇടുന്നത്? ഓരോ വർഷം പ്രതീക്ഷ എന്നല്ല, ഓരോ വർഷവും പുരോഗമിക്കുന്നു എന്നുള്ളത് വേണം പറയാൻ. അല്ലാതെ നമ്മൾ പ്രതീക്ഷിക്കും അത് എല്ലാം നേടിയെടുക്കാം എന്ന് വിചാരിക്കല്ലേ. അമ്മയ്ക്ക് എല്ലാ സൗഭാഗ്യവും നമ്മളെപ്പോലെ ഉള്ളവർ വന്ന് പൊങ്കാല ഒന്നിനൊന്ന് കൂടി ഇട്ട് അമ്മയെ സന്തോഷിപ്പിക്കുക, അതാണ് നമ്മളെ ഏറ്റവും വലിയ കടമ. അങ്ങനെ ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്, ആ ഒരു പൊങ്കാല ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ സന്തോഷം. ഇതിന് ആ പൊങ്കാല വരണ സമയം 10 ദിവസവും ഈ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സന്തോഷം ഉണ്ടായില്ല എന്നുള്ളതാണ് ആ സന്ദർഭത്തിൽ നമുക്ക് തോന്നണത്. എന്താണെന്ന് വെച്ചാൽ അത്ര ഈ 10 ദിവസം കഴിഞ്ഞ് തീരുമ്പോൾ ഒരു ദുഃഖ സീനാണ്. അതാണ് ഞങ്ങളിലുള്ളത്. എല്ലാ മനുഷ്യർക്കും ദുഃഖം 10 ദിവസം കഴിയുമ്പോൾ ഒരു ദുഃഖം വരും എന്ന്. ഈ സന്തോഷം കഴിഞ്ഞ എൻ്റെ വിഷമവും അങ്ങോട്ട് വന്നു ചേർന്നത്. അമ്മ ഇല്ല എന്നുള്ളതല്ല, ആ സമയത്ത് അമ്മ ഉണ്ട്. പക്ഷെ നമ്മളെ സന്തോഷം ആ 10 ദിവസത്തിൽ മാറുകയാണ് എന്നുള്ളത്. അമ്മ ഇവിടെ വന്നിരിക്കുന്നത് ഇതിന് എന്താ ഒരു മനസ്സുഖത്തിന് വേണ്ടിയിട്ട്, ഒരു സന്തോഷത്തിനൊക്കെ വേണ്ടി. മനസ്സുഖം മാത്രമല്ല, എനിക്ക് ഒരു ദുഃഖവും കൂടെ ഉണ്ട്. അത് ഒരു മോൻ കല്യാണം കഴിയാതെ ഇരിക്കുന്നു. ആ മോന് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ അതിന് ഒരു ചെയ്ത് തരട്ട് എന്നുള്ളതാണ് പ്രാർത്ഥന. അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥനയോടുകൂടി ഇരിക്കുകയാണ് കൂടെ ഇരിക്കുന്നത്. അപ്പോഴും വരാൻ പറ്റില്ല, ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് തൊഴുതിട്ട് പോവാന്ന് മനസ്സറിഞ്ഞ് കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് വന്നതാണ്. പൊങ്കാല ഇടുന്നുണ്ടോ? ഇടും, എല്ലാ വർഷവും. സ്ഥലം എവിടെയാണ്? കാട്ടാക്കട കഴിഞ്ഞ് പോകണം. അപ്പൊ അതിന് മുന്നേ ക്ഷേത്ര ദർശനം നടത്തിയിരുന്നത് കൺകുളിർക്കെ കണ്ട് പ്രാർത്ഥിക്കാനാണ് വന്നത്. എത്ര വർഷം കൊണ്ട് പൊങ്കാല ഇടുന്നുണ്ട്? 25 വർഷത്തിൽ കൂടുതലായി. എല്ലാ പ്രാർത്ഥനകളെല്ലാം സഫലമാകുന്നുണ്ടോ പൊങ്കാലയിട്ട്? ഉണ്ട്. സന്തോഷം ആവശ്യത്തിലാണല്ലേ ഒരു പൊങ്കാലയുടെ. ഓരോ വർഷം കഴിയുമ്പോഴും പുതിയ പ്രതീക്ഷയോടെ നമ്മൾ അടുത്ത വട്ടം പൊങ്കാല ഇടാം എന്നുള്ള ശുഭപ്രതീക്ഷ. ആ മനസ്സോടെ തന്നെ പോണതും വരികയും ചെയ്യും. ശബരിമല പോവും, 8 വർഷം കൊണ്ട് ശബരിമല പോകും. ഓക്കെ അമ്മ, താങ്ക്സ്.